അപ്പോൾ സിനിമ വന്നു കഴിയുമ്പം കുറച്ചും കൂടി വിധേയത്വം കൂടി പ്രേക്ഷകരോട്. കാര്യം എവിടെയോ ഭയങ്കരമായ ആ തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ കാശിന് ജീവിക്കുന്ന വ്യക്തിയാണെന്നുള്ളത്. ഇപ്പം വേറെ ഇപ്പം ഞാനൊരു സ്കൂൾ മാഷോ അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയിയോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും തോന്നണമെന്നില്ല. കുറച്ചും കൂടി ധാർഷ്ട്യത്തോടെ ഞാൻ ജീവിച്ചേനെ, അഹങ്കാരത്തോടെ കുറച്ചുകൂടി. എനിക്ക് ആഗ്രഹം അതായിരുന്നു കുറച്ചുകൂടി. പക്ഷെ ഇതാകുമ്പോൾ നമ്മൾ പേഴ്സണൽ ഇതാ ഞാൻ പറയുന്നത്, സമീപനത്തിൽ ഒരുപാട് കൂടി നമ്മൾ എന്താ പറയുക ഒതുങ്ങി വന്നു, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. അപ്പം രണ്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു ഇൻഡസ്ട്രിയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് ഏറ്റവും എന്താ പറയുക വാല്യൂ ഉള്ള മഹത്തരമായ ഒരു ഇൻഡസ്ട്രിയിലാണ്. എന്ന് വെച്ചാൽ മറ്റു ജോലികൾ ഇതിലും പാട് കുറവുള്ളതെന്ന് പറയില്ല, ഇതിലും പാടുള്ള ജോലിയൊക്കെ ഉണ്ട് ഞാൻ വിശ്വസിക്കും. പക്ഷെ ഐ ബിലോങ് ടു എ പ്ലേസ് വിച്ച് ഇസ് വെരി ഡിവൈൻ ഫോർ മീ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പം അതിനോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം ആ ഹൈറ്റ്സിൽ തന്നെ എന്നുള്ളത് വന്ന സമയത്തേക്കാളും കൂടുതലായി മാറുന്നുണ്ട്, ആ റെസ്പോൺസിബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ. അപ്പം അതിനെടുക്കേണ്ട എഫേർട്ട് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ജോലി ചെയ്യാനുള്ളൊരു നിർബന്ധം ഉണ്ട്. അത് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതുകൊണ്ട് ഇത് രണ്ടും 15 ഇയേഴ്സിൽ വന്നതിനേക്കാളും കൂടുതൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു തോന്നുന്ന ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ 2025 ആദ്യ സിനിമയായിട്ട് എത്താം. ശരിക്കും എന്നാ ഈ ഒരു സിനിമ ചെയ്യാം, ഈ ഒരു ജോണറിൽ ഈ ഒരു കാസ്റ്റിലൊക്കെ ചെയ്യാമെന്ന് തീരുമാനം എടുക്കണേ? ആക്ച്വലി തീരുമാനം എടുക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്താണ്, ഒരു 6 മാസത്തിനുള്ളിൽ എടുത്ത ഡിസിഷനാണ്. ജൂണിൽ ഈ പടത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യും. അതിന് മുമ്പ് സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, ഡിസ്കഷൻസും ഉണ്ടായിരുന്നു. പക്ഷെ ഷൂട്ടിലേക്ക് എത്തി ഇതിൻ്റെ കഥയും കാര്യങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തിങ്ക് ചെയ്തത് ഇതിനൊരു ഹീറോ അല്ലെങ്കിൽ നമ്മുടെ ഈ സിനിമയ്ക്ക് ക്യാരക്ടറിന് ആപ്റ്റായ ഒരു ഹീറോ വേണം. അപ്പോൾ പലരും പല ഒപ്പീനിയനും പറഞ്ഞപ്പോഴും ആദ്യം പറഞ്ഞ് ഡയറക്ടർ എന്ന നിലയിൽ അജുവായിട്ട് വേണം, അജു സാറ് വേണം എന്നുള്ള ഒരു ഡിസിഷനിൽ തന്നെയായിരുന്നു നിന്ന്. കാരണം ഈ ക്യാരക്ടറിന് വേറെ ആരും പറ്റില്ല എന്നുള്ളത് അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. അതായിരുന്നു ഇത്. പിന്നെ ഈ ഓഗസ്റ്റ് 18 അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരുടെയും സഹായത്തോടെ പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റി. ഡിസംബറിലെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ അത് ഈ മാസം എൻ്റെയോടുകൂടി ഞങ്ങൾക്ക് ഒത്തുകൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ശരിക്കും ഈ രഞ്ജിത്ത് സാറിന്റെ എല്ലാ കരിയറിലും എല്ലാ ബ്രേക്കിലും അജു ഏട്ടനുണ്ടല്ലോ. കാരണം എല്ലാ ബ്രേക്ക് വന്നിട്ടുള്ള സിനിമ അഭിനയം ആരംഭിച്ചതിന് ശേഷമുള്ള സിനിമകളിലെല്ലാം ഉണ്ട്. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലുണ്ട്, ഓം ശാന്തിയിലുണ്ട്. ഓം ശാന്തി മിഥുനെ ഞാൻ സാറിനെ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒന്ന് കോൺഫിഡൻസ് ഇല്ല, രണ്ട് ഫയർ ബ്രാൻഡ് സിനിമകൾ, വ്യക്തിത്വം. സാർ നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മൾ വിശ്വസിക്കും പ്രേക്ഷകർ, ഇവരിങ്ങനെ അല്ലേ. അങ്ങനെ ഞാൻ ധൈര്യം സംഭരിച്ച് വിളിച്ചു. കാര്യം എൻ്റെ കോൺഫിഡൻസ് മിഥുൻ മാനുവൽ തോമസാണ്. സാറിൻ്റെ ഒപ്പം കട്ടയ്ക്ക് സംസാരിക്കാറിയാന്നുള്ള കോൺഫിഡൻസ് എനിക്ക് അവനിലുണ്ടെന്ന് അറിയാം. അപ്പോൾ അവനൊരു സബ്ജക്റ്റ് പറഞ്ഞു, അത് സാർ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വ്യക്തി വയനാട്ടിൽ നിന്ന് വന്നതുണ്ട്, പുള്ളിയുടെ ഒരു കാര്യം സംസാരിക്കും. അതെ, അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ നിന്നിട്ട് മിഥുനെ കണക്ട് ചെയ്തു. എനിക്ക് ഭാഗ്യം അതൊരു ഓം ശാന്തിയിലോട്ട് എത്തി. എങ്ങനെ എനിക്ക് അതിനും പറയാം, കാരണം മിഥുൻ അതിനു മുമ്പ് എന്നെ കാണുകയും കഥ പറയുകയും ഒക്കെ പല സബ്ജക്റ്റുകൾ വന്ന് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അജു പറയുമ്പോൾ ഞാൻ എനിക്കറിയാം, മിഥുൻ എന്ന് പറയുന്ന ആളിനെ എനിക്കറിയാം. ആ സബ്ജക്ട് പക്ഷെ ഇന്നും നടന്നിട്ടില്ല. ഇല്ലില്ല, അല്ലല്ല. അപ്പൊ പിന്നെ ജേക്കബ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഞങ്ങൾ ഗോദ ചെയ്യുമ്പം ഒരു എന്താ അറിയോ, സാറിന്റെ ഒരു സമീപനം, സാറിന്റെ മക്കൾ രണ്ടുപേരോടും അദ്ദേഹം കാണിക്കുന്ന സമീപനം ഞങ്ങളോടും പിന്നെ ഇവനോടാണെങ്കിൽ നമ്മളൊക്കെ എല്ലാവരോടും, ടു ഓൾ യങ്സ്റ്റേഴ്സ്. അപ്പൊ ആ ഒരു സീനിയർ ഇത് ആണെങ്കിൽ പോലും അത് ഫ്രണ്ട്ലിയാണ് ഭയങ്കര.
അത് പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം അങ്ങനെയാണ്. അപ്പം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. തെറ്റിപ്പോയാൽ നമ്മൾ മണ്ടത്തരമായിട്ട് ആണെങ്കിൽ അത് വിട്ടേക്ക്. അപ്പൊ ഗോതയൊക്കെ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ആ മീശയൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇച്ചിരി മീശ ഉണ്ടെന്ന് തോന്നുന്നു. മീശ ഇച്ചിരി ഒരു നമ്മൾ വേറൊരു മീശ, ഈ മീശയുടെ ഇത് ട്രിം ചെയ്തിട്ട് വേറൊരു മീശ ഇതിന്റെ പുറത്തൊട്ടിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതൊക്കെ എനിക്കിഷ്ടമാണ്, അതിൽ പണിയെടുക്കാൻ. അപ്പൊ ഞാനത് അഭിപ്രായമൊക്കെ പറഞ്ഞതൊക്കെ സാർ റിസീവ് ചെയ്തു. പക്ഷെ അത് വലിയ കാര്യമല്ലേ. നമുക്ക് ആ റോൾ എന്നും നമുക്ക് ഇൻഫാക്ട് ഓം ശാന്തി ഓശാന, ഡോക്ടറിന്റെ വേഷം, ഗോദ, ജേക്കബ്, ഇത് മൂന്നും എനിക്ക് ഭയങ്കര സാറിന്റെ ആക്ടിങ്ങിൽ ഫേവറേറ്റ് ആയിട്ടുള്ള റോൾസ് ആണ്. പടക്കുതിരയും ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് വേഷം, സാറിന്റെ വേഷം. ശരിക്കും ഇതേ ഇതും തന്നെയുള്ള അലമാര വന്നിട്ട് പറയണേ. ശരിക്കും അതൊക്കെ ചെയ്യാനുള്ള ആട് എനിക്ക് ഓം ശാന്തി വരുമ്പോ ഞാനത് ചെയ്യാൻ സത്യത്തിൽ തയ്യാറായില്ല. ഓം ശാന്തി വന്ന് സബ്ജക്ട് പറയുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്കൊരു ബലം പിടുത്തമുണ്ട്, അപ്പോൾ ആളുകൾ ശ്വാസം വിടണമെന്നൊക്കെ വിളിച്ച് പറയും. അതുകൊണ്ട് അപ്പോ മിഥുനും പിന്നെ നമ്മുടെ ജൂഡും കൂടെ പറഞ്ഞു, ഇല്ല സാർ, സാറ് ശ്വാസം പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഷോട്ടിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയണം, അല്ലെങ്കിൽ ഞാൻ പിടിക്കും.